ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇതിനകത്ത് നമ്മുടെ ഒരു കൂട്ടുകാരൻ വിളിച്ചായിരുന്നു. അവനൊരു മോഡേൺ സിറ്റി കൊണ്ടുപോകാന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ ഭയങ്കര നല്ല സിറ്റി എന്നാണ് പറഞ്ഞത്. അവിടെ കാണാൻ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അവൻ പറഞ്ഞത്. ആ കൂട്ടുകാരൻ്റെ പേര് ആർജോ എന്നാണ്. അവൻ നമ്മളെ എയർപോർട്ടിൻ്റെ അവിടെ അവൻ വരും. നമ്മളവനെ പിക്ക് ചെയ്തുകൊണ്ട് പോകണം. സാധാരണ അങ്ങനെയല്ലല്ലോ, നമ്മൾ അവരല്ലേ വന്ന് വെക്കേണ്ടത്. പക്ഷേ ഇത് ഇത്തിരി തിരിഞ്ഞാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ടുള്ള ഉടുപ്പൊക്കെ ഇട്ട് സെറ്റായി. നമ്മളിന്ന് കുറച്ച് വണ്ടികളൊക്കെ കുറേ മുമ്പ് വാങ്ങിച്ചിട്ടായിരുന്നു. നമ്മൾ ഈ വണ്ടി എടുത്തുകൊണ്ട് പോവാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഉടുപ്പും വണ്ടിയുടെ കളർ സെയിമാണ്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മളിന്ന് നേരെ എയർപോർട്ടിൽ പോവാം. നമ്മളിന് നേരെ എയർപോർട്ടിൽ പോകണം. കുറച്ച് സമയത്തിന് നേരം അവനവിടെ എത്തുമെന്നാണ് നമ്മൾ ഫോൺ ചെയ്ത് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ മോഡേൺ സിറ്റി കാണും. വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഗായ്സ്, നമ്മുടെ കൂട്ടുകാരമായിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടി കയറ്റി കൊണ്ടുപോവാണ്. ഓടി അപ്പോൾ ഗായ്സ്, നമ്മളവനെ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് പോകാം. കുറച്ച് ദൂരം സഞ്ചരിക്കണം എന്നാണ് അവൻ പറഞ്ഞത്. ഏകദേശം ഒരു 50 കിലോമീറ്റർ എങ്കിലും കാണുമെന്നാണ് അവൻ പറഞ്ഞത്. അയ്യോ, കുഴപ്പമില്ല. നമ്മൾ ഓവർ സ്പീഡ് പറഞ്ഞു. സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ് അത്രേ ഉള്ളൂ. കുറേ ദൂരമുണ്ട്, അതാണ് എനിക്കൊരു പ്രശ്നം. നമുക്ക് പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ അതാ ഗായ്സ്, നമ്മളവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാരനെ അവിടെ ഇറക്കി വിട്ടായിരുന്നു. കാരണം അവനെ എവിടെയോ പോകണമെന്ന് പറഞ്ഞ് അവനാണ് നമുക്ക് ഇവിടം വരെ വഴി പറഞ്ഞു തന്നത്. അവൻ പറഞ്ഞത് ഇവിടെ നമുക്ക് കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്ന്. അവിടെ ഒരു വണ്ടി വന്നിരിച്ചു. അവർക്കൊന്നുമില്ല, അവൻ ഇതാക്കണ്ട. അവിടെ കാണാൻ ഒരുപാട് സ്ഥലമുണ്ടെന്ന്. നമ്മളവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഗായ്സ്, നല്ല രസമുണ്ട് ഈ കാണാൻ. എന്താ ഇതവിടെ ഡോൾഫിൻ്റെ എന്തൊക്കെയുണ്ട്. നമുക്ക് അവിടെ പോയി വിസിറ്റ് ചെയ്യണം. അയ്യോ, ബ്രാക്രോസിലൂടെ നമ്മൾ വണ്ടി ഓടിക്കാൻ പാടില്ല. നമുക്ക് പോവാം. അവിടെ സ്റ്റേജൊക്കെ ഉണ്ട്. പോലീസ് സ്റ്റേഷൻ നിങ്ങൾ നോക്ക്. നമ്മളവിടുത്തെ പോലീസ് സ്റ്റേഷൻ നോക്ക്. ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ നോക്ക്. ഇത് ഐഫിൾ ടവർ. പോലീസ് സ്റ്റേഷൻ അതാണ്, അതല്ല റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണം. വണ്ടി നമുക്ക് പോയി പുതിയ ഒരെണ്ണം മേടിക്കണം. തൽക്കാലം ഇതിവിടെ കിടക്കട്ടെ. ഇവിടെ വല്ല വണ്ടി ഷോറൂമും കാണും. തൽക്കാലം നമുക്ക് ഇവിടെയൊക്കെ വിസിറ്റ് ചെയ്യണം. നമുക്ക് ഐഫിൾ ടവർ. നമ്മളിവൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട് ഗൈസ്. ഇത് നമ്മുടെ വണ്ടിയൊക്കെ കിടക്കുന്നു. ഇതേപോലെ കുറേ സ്ഥലങ്ങളുണ്ട്. അതോടെ മുറുക്കാൻ തൊട്ടിട്ട് നമുക്ക് ഈ വണ്ടി എടുത്ത് വേറൊന്ന് വാങ്ങിക്കാം. എന്നിട്ട് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഫ്രാങ്ക്ലിൻ ദ എക്സ്പ്ലോറർ കൊണ്ട് ഓവറോടെ ചെയ്യട്ടെ. നമുക്ക് പോകാം. നമുക്കൊരു വണ്ടി വാങ്ങിക്കാം. ഇവിടെ എന്താ പണി നടക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പാലമൊക്കെ ഉണ്ട് ഗൈസ്. നമ്മുടെ അവിടെ ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് പോയി പുതിയൊരു വണ്ടി വാങ്ങിക്കണം.
അപ്പം ഗായ്സ് നമ്മൾ മസ്താങ്ങാണ് പുതിയതായിട്ട് മേടിച്ച താര നമ്മളവിടെ വിറ്റ് വില ഇതിന് ഏകദേശം ഒരു കോടിക്ക് മുകളിലായി. നമ്മൾ തിരിച്ചു പോവല്ല. ഞങ്ങൾ വിചാരിക്കും തിരിച്ചു പോകാൻ. ഒന്നുമല്ല, നമ്മൾ ചുറ്റിക്കറങ്ങാൻ വന്നാണ്. മോഡി സിറ്റി വന്ന് നമ്മൾ മോഡൽ സിറ്റി മൊത്തം ചുറ്റിക്കറങ്ങിയിട്ടേ പോകും. അവിടെ മസ്താങ് നമ്മുടെ ഇവിടെ പാർക്കായിട്ടുണ്ട്. നിങ്ങളെ നോക്കി ഇത് ഗോൾഡൻ കളറാണ്. ഞാൻ അവിടെ നിന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ്. ആദ്യം നമ്മൾ കാറ് വാങ്ങിച്ചിട്ട് അവിടെ ഞാൻ ഗോൾഡൻ കളർ അടിച്ചു തരാൻ പറഞ്ഞു. ഇതാണ് സ്ഥലം. ഇത് സ്റ്റേഡിയമാണെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ കയറാൻ എന്തെങ്കിലും ഒരു വഴി വേണമല്ലോ. അപ്പം ഗായ്സ് ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒന്നും കാണുന്നില്ലെന്ന്. ഇവിടെ എന്തെങ്കിലും ഒരു വഴി വേണമല്ലോ. ഇവിടെ ചുറ്റിക്കറങ്ങാൻ അല്ല വഴിയുണ്ട് ഗായ്സ്. ദേ ഇവിടെ ഒരു ജെറ്റ് പാക്ക് ഇരിക്കുന്നു. നമുക്കിത് മറവിച്ചു പോവാം. എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ ജെറ്റ് പാക്ക് ഇരിക്കുന്നുണ്ട്. അയ്യോ നമ്മൾ തിരിയണം. താഴെ നമ്മുടെ മസ്താങ് സ്റ്റേഡിയമാണ് ഗൈസ്. സ്റ്റേഡിയം തോന്നുന്നു. എന്താ സ്റ്റേഡിയമാണ് ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ സ്റ്റേഡിയത്തിലെത്തിയിട്ട് ഇവിടെ ഒന്നും കാണാനില്ലായിരുന്നു. നോക്ക് ഗൈസ്, ഇത് ക്രിക്കറ്റ് സ്റ്റേഡിയം ആണോ എനിക്ക് തോന്നുന്നു. ഇത് ഫുട്ബോൾ സ്റ്റേഡിയം ആണോ ഇത്? നമ്മളിവിടെ കളി കാണാതിരിക്കണ്ട. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി പോടാ. കൊള്ളാമല്ലോ ഇത്. എല്ലാത്തിൻ്റെ മണ്ടയ്ക്ക് കയറിപ്പോ നമ്മൾ. എന്നിട്ട് ഇവിടെ നിന്ന് ചാട്ടം ചാടും കേട്ടോ. അവിടെ നമ്മളെ മുറുക്കാൻ തൊപ്പിയിടും. നമുക്ക് ഇവിടെ നിന്ന് പോവാം. അയ്യോ, എന്നാലും ജെറ്റ് പാക്ക് ഇവിടെ കിടന്ന് നമുക്ക് നല്ലതാണ്. അയ്യോ, ജെറ്റ് പാക്ക് നമുക്ക് ഇവിടെ ഇട്ടിട്ട് പോവാം. നമ്മുടെ മസ്താങ് എന്ത് വിലയെന്നറിയാമോ അതിന്? നമുക്ക് ജെറ്റ് പാക്ക് ഇവിടെ തന്നെ ഇടാം. നമുക്ക് ഇവിടെ നിന്ന് അത് എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ നോക്കാം. എന്താ ഈ മുറുക്കാൻ തൊക്കുന്നത്? മസ്താങ് ഇവിടെ കിടപ്പുണ്ട്. മിസ്റ്റർ മസ്താങ്, എൻ്റെ ദേഹം തട്ടിയ സ്വിച്ച് എന്തോ വേണം. നമുക്കിനി വേറെ സ്ഥലത്തോട്ട് പോകാം. ഇവിടൊക്കെ അധികം വിസിറ്റ് ചെയ്യാനൊന്നുമില്ല. പക്ഷെ അവിടെ മെട്രോ ഉണ്ട്, അതാണ് വിസിറ്റ് ചെയ്യണ്ടോ. ഇത് വീടുകളാണ്, കടകളാണ്. ഇത് എന്തൊക്കെ പോലെ ഉണ്ട്. ഇത് സിറ്റി മോൾ. ഞാനന്ന് ഒമാനിൽ പോയപ്പോൾ ഇതുപോലെ ഒമാൻ മാളുണ്ടായിരുന്നു. അതുപോലത്തെ ഹൈ മോഡൽ സിറ്റിയുടെ വല്ലതും ഇതായിരിക്കല്ലേ. സാധാരണ റോഡിൽ കൂടെ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് വിസിറ്റ് ചെയ്യേണ്ടി വരട്ടെ. മെട്രോ ക്ലോസ്ഡാ. ഇതെന്ത്? നമുക്ക് വേറെ വല്ലയിടത്തും പോയല്ലോ. നമ്മുടെ ഐഫിൽ ടവർ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഐഫിൽ ടവറിൻ്റെ അവിടെ എല്ലാം കണ്ടാൽ മതി. ഇനി ഇവിടെ വല്ല ജെറ്റ് പാക്ക് ഉണ്ടോ നോക്കാം. ഇപ്പം ഗായ്സ് ഇവിടെ ജെറ്റ് പാക്ക് വല്ലതും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നമുക്കൊന്ന് പോയി നോക്കേണ്ടതുണ്ട്. ഇവിടെ വല്ലതും ഉണ്ടോ? മുകളിലാണോ? ഓ ദേ അടുത്ത് പറയണം. ചേട്ടാ വല്ല മാജിക്ക് നടക്കുന്നുണ്ടോ ഇവിടെ? ദേ ഒരു ജെറ്റ് പാക്ക് ഇവിടെ. അവിടെ മുറുക്കാൻ തൊപ്പിയിടുന്നത് ഒരു മോഡേൺ സിറ്റി വേണ്ടിയിട്ടാണ് മുറുക്കാൻ തൊപ്പിയിടുന്നത്.
അശ്ലീല അല്ല കൊള്ളാത്ത ശീലം. ഇതിന് അതിനേക്കാൾ സ്പീഡുണ്ട് കേട്ടോ. മറ്റേത് ചെറുത്, ഇതിന് അതിനേക്കാൾ സ്പീഡുണ്ട്. മുകളിൽ നിനക്ക് മുകളിലോട്ട് ഉയരാം. അവിടെ എന്തൊക്കെയോ ഉണ്ട് തീരെ ബിൽഡിങ്ങിൽ. അതിൻ്റെ മുകളിൽ പോകണം. എവിടെ ഐഫിൽ ടവർ ഉണ്ട്? എവിടെ കാണാൻ പോലില്ല. ഇതാണല്ലോ ഐഫിൽ ടവറിൻ്റെ മുകളിൽ എന്തോ ഇനി. അവിടെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. നമുക്ക് കാണാൻ കുറേ സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. നമുക്ക് പറന്ന് ഇതേ അവിടെ മെട്രോ ഒക്കെ കണ്ടോ? നമുക്കിനി അങ്ങോട്ട് പോവാം. നമുക്കിനൊക്കെ മുകളിലോട്ട് പോയാലോ? അതിൻ്റെ ഏറ്റവും മുകളിൽ വലിക്കാം. എന്തോടി ജെറ്റ് പാക്ക് കണ്ടോളി. നമുക്കൊന്നും അറിയില്ല, മുളകങ്ങളാണ്. ജെറ്റ് പാക്ക് ഇവിടെ ഇട്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇവിടെ ഒക്കെ തറവീണുള്ള അവസ്ഥ. തറവീണ് നോക്കിയാലോ? അയ്യോ ഇതിന് നടുവൊടിഞ്ഞേ. അമ്മേ കൂട്ടുകാരെ കൊണ്ടുപോയ ചതിയിലാണ് കേട്ടോ. ഇവിടെ ജെറ്റ് പാക്ക് പോയി കേട്ടോ. ജെറ്റ് പാക്ക് പോയേ. ഇതുവഴി കയറാൻ പറ്റൂലേ? സൂപ്പർ ടെക്നിക്ക്. ഇനി ഇതുവഴി കയറാൻ പറ്റില്ല. ഇവിടുന്ന് ഒരു ഒറ്റ ചാട്ടം വെച്ച് കൊടുക്കുക. കൂട്ടുകാരൻ കൊണ്ടുവന്നത് മരണക്കെണിയിലേക്ക്. കുഴപ്പമില്ല. എനിക്കിനി റെയിൽവേ സ്റ്റേഷൻ വിസിറ്റ് ചെയ്യണം. ഏത് ഈ പെണ്ണ് എന്നെ ഇടിക്കാന്നിരിക്കാൻ കരാട്ടല്ലേ നല്ല നമ്മുടെ നാടടിയ. വണ്ടിയുടെ മുകളിലൊക്കെ കയറിയാൽ നമ്മൾ ഓർത്തുള്ളു. നമ്മുടെ ഒരു സ്റ്റൈലാണ്. അയ്യോ അടിക്കല്ലേ, എൻ്റെ പുതിയ വണ്ടിയാണ്. അയ്യോ കൺട്രോൾ ചെയ്യുന്ന ഞാൻ തന്നെ, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെവിടെ കയറുന്നത്? ഇവിടെ കയറുന്ന വഴി വല്ലതും കാണാൻ നോക്കാം. മസ്താങ് എന്തുകൂടി എങ്ങോരുണ്ടോ ഈ സാധനം? ഇത് മസ്താങ് പോയി ഇളകി പോയാ? മസ്താങ്ങിൻ്റെ ബോണറ്റെല്ലാം ഇളകിപ്പോയി. അയ്യോ മസ്താങ്ങിനെ കണ്ടോളൊന്നും ഇല്ലേ? നമ്മളെ മസ്താങ് പോയി കായ്. താര പോയി. താറല്ലല്ലോ മസ്താങ്. ഇതോടെ കയറാം. സൈഡിൽ കൂടെ കയറാൻ നോക്കാം. നമ്മൾ കയറി ഗൈസ്. സ്കില്ല് നമ്മളെ മെട്രോളെത്തി ഗൈസ്. നമുക്കിനി ഇവിടെ നിന്ന് എന്നാലും നമ്മുടെ മസ്താങ് പോയി ഗൈസ്. ഇതല്ലേ ട്രെയിൻ? ഈ ട്രെയിൻ ഓടിക്കാൻ പറ്റുമോ? ഇത് വന്ദേ ഭാരത്. ട്രെയിനിൻ്റെ അകത്തൊന്നും ഇല്ലല്ലോ, കാലിയാണല്ലോ. സീറ്റുമില്ലേ? KSRTC ബസ്സിൻ്റെ തറ പോലെ ഉണ്ട്. അങ്ങും ഉണ്ട് ട്രെയിൻ. കൊള്ളാം. വന്ദേ ഭാരത് പോലെ ഉണ്ട്. വന്ദേ ഭാരത് പോലെ ഉണ്ട്, പക്ഷേ ഇതിനകത്തൊരു സീറ്റ് പോലും ഇല്ല. ആർക്കുണ്ടാക്കി വെച്ചിരിക്കുന്നേ? ഉണ്ടാകണ്ട സീറ്റ് പോലും ഇല്ല. ഇതൊക്കെ ഉണ്ടാക്കിയത് സമ്മതിക്കണം. നരേന്ദ്രമോദിയുടെ പുതിയ ടെക്നോളജി. സീറ്റില്ലാത്ത മെട്രോ. ഐസ്ക്രീം കട. എനിക്കൊരു ഐസ്ക്രീം. പോടാ അവിടെ നടത്തിയായി. ഇനി നമുക്ക് വണ്ടി ഇല്ല. പുതിയൊരു വണ്ടി നമുക്ക് എടുക്കണം. ഐസ്ക്രീം കട പൂട്ടിയിരിക്കുവോ? വെറുതെ അടി. നല്ല മെട്രോയിൽ നമ്മൾ കയറി.
അവസാനത്തിൻ്റെ മുകളിൽ നമുക്ക് കയറണം. ഇതവിടെ ജിമ്മൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിലൊരു ഡമ്പലുണ്ട്. പിന്നെ നമ്മുടെ പാലമൊക്കെ ഉണ്ട്. നമുക്കൊരു വണ്ടി വേണം. എവിടെയെങ്കിലുമൊക്കെ തപ്പി പോകണം നമുക്ക്. അപ്പോൾ ഗായ്സ്, നമ്മൾ അടുത്തെടുത്തിരിക്കുന്ന റോൾസ് റോയ്സ് ആണ് ഗായ്സ്. തത്തരതത്തൻ. ഇനി നമുക്ക് മെട്രോ നമ്മളേറി ഇത് നമുക്ക് ചുമ്മാ കറങ്ങാം. അയ്യോ ചേട്ടന്മാരെ ഇടിക്കല്ലേ. റെയിൽവേ സ്റ്റേഷൻ. ഇനി ഏതാ സ്ഥലമൊക്കെ? വീടുകൾ ഇതൊക്കെ നമ്മൾ കണ്ടേനി. എന്നൊക്കെ വേറെ റൂട്ട് പിടിക്കാം. ട്രാക്ക് മാറ്റാം. ഡ്രിഫ്റ്റ് അടിക്കാൻ എനിക്ക് പറ്റിയില്ല. നമുക്കൊന്ന് ഡ്രിഫ്റ്റ് അടിച്ച് നോക്കിയാലോ മൂടെ സിറ്റി എന്നിട്ട്. സീനായിട്ട് വന്നു. ഇതെന്താ ഇതൊരു പോവാൻ പറ്റില്ല. കാര്യം ചെയ്ത് നോക്കിയാലോ. വീഡിയോ നോക്കാം. ഇത് ഇവിടെ നിന്ന് പൊട്ടി. വണ്ടി പോയി. റോൾസ് റോയ്സ് പോയിട്ടുണ്ട്. എടുക്കുന്ന എല്ലാ വണ്ടിയും പോവുക. നമ്മുടെ ശോകം. എന്നാലും നമ്മുടെ മോഡൽ സിറ്റി കൊള്ളാം. എനിക്കിഷ്ടപ്പെട്ട്. അതേ വണ്ടി ഇതെന്തോ കാണിക്കുന്നത്. വണ്ടി കത്തിപ്പോയി. അപ്പോൾ ഗായ്സ്, നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇനി അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.